നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ മറ്റൊരു ഹെയർ കെയർ വീഡിയോ ആണ് കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മുടെ ഹെയർ കെയർ വീഡിയോസ് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ ബാക്കിയായിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ ക്ലെൻസിങ് പൗഡറാണ്. അതായത് നമ്മുടെ മുടി നന്നായിട്ട് ക്ലെൻസ് ആവുക മാത്രമല്ല, മുടി നന്നായിട്ട് മുടിയിൽ ഇഷ്യൂസൊക്കെ മാറി ഹെൽത്തി ആയിട്ട് നല്ല ഉള്ളോടുകൂടി നല്ല തിക്കായിട്ട് അതേപോലെ നല്ല ഗ്രോത്ത് വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ക്ലെൻസിങ് പൗഡറാണ്. നമുക്ക് കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, കുറേ അധികം ഇങ്ങനെ 10-15 അല്ലെങ്കിൽ കുറേ അധികം ഇൻഗ്രീഡിയൻസ് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു പരിധി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മുടി നന്നായിട്ട് ഷൈനി ആയിട്ട് അതുപോലെ മുടി കൊഴിച്ചിൽ മാറ്റുക, താരം മാറ്റുക, പിന്നെ ഈവൻ നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാന്നുള്ളത് നല്ലൊരു ബെനിഫിറ്റ് കൂടിയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും കൂടി നമുക്ക് ഇപ്പോഴേ കുട്ടികൾക്ക് ഇഷ്യൂസ് ഒന്നും വരാതെ നമുക്കിപ്പോൾ ഡെയിലി നമ്മൾ തല കഴിക്കണ കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഷാമ്പൂസ് ഒന്നും ഉപയോഗിച്ച് കുട്ടികളുടെ തല കഴുകാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് പൗഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് കുട്ടികളെ തല കഴുകിക്കാം, നമുക്കും തല കഴുകാം. നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. 80% ഒക്കെ നന്നായിട്ട് എണ്ണമയൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ക്ലെൻസിങ് പൗഡറാണ് നമ്മൾ കാണുന്നത്. നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന പൗഡറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാൻ മതി. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നിലാസ് ഹെർബ്സിൻ്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയക്കാൻ മറക്കരുത്. നമ്മുടെ ഗിവ് അവേക്ക് താല്പര്യമുള്ളവർ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്, ജെന്യൂൻ ആയിട്ടുള്ള റിസൾട്ട് ബിഫോർ ആൻഡ് ആഫ്റ്ററും അതേപോലെ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ്, ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് നിങ്ങൾ മെയിൽ അയക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സമ്മാനം ഉണ്ടായിരിക്കും ഗിവ് അവേ അനൗൺസ്മെൻറ്റിൽ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ മറക്കാതെ മെയിൽ അയക്കുക റിസൾട്ടുകളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ നമ്മുടെ കിഡ്സിനും അതുപോലെ തന്നെ നമുക്ക് മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റണ നമ്മുടെ ഹെയർ ക്ലെൻസിങ് പൗഡർ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിയൊരു ബൗളോ പാത്രം എന്തെങ്കിലും എടുക്കാം കേട്ടോ. എന്നാലാണ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് രസമായിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു എല്ലാം കൂടി ബ്ലെൻഡായിട്ട് വെക്കാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് വേണ്ടത് ഉലുവയുടെ പൊടിയാണ്, അതായത് ഫെനുഗ്രീക്ക് പൗഡർ. അപ്പോൾ അത് ഒരു 2 സ്പൂൺ എടുത്തിരിക്കണേ. ഞാൻ എല്ലാം 2 സ്പൂണിൻ്റെ അളവിന് എടുത്തിരിക്കണേ കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ആവും. അപ്പോൾ അത് നല്ല ഫൈനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. ഉലുവ നമ്മുടെ മുടീനെ വളർച്ചയ്ക്കും അതേപോലെ മുടി കൊഴിച്ചിൽ മാറ്റാനും പിന്നെ മുടി നല്ല സിൽക്കി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് ക്ലെൻസ് ആവുകയും ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് നീം പൗഡറാണ്. ഇത് നമ്മുടെ മുടിയിലത്തെ എന്തെങ്കിലും ഫംഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ മാറാനും അതേപോലെ നമ്മുടെ തലമുടിയിൽ എന്തെങ്കിലും കുരുക്കളോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അതുപോലത്തെ അങ്ങനത്തെ ബാക്ടീരിയസ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും പിന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതേപോലെ കുട്ടികളുടെ മുടിയിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചെമ്പരത്തിയുടെ പൊടിയാണ്, അതായത് ഹിബിക്കസ് പൗഡർ. അപ്പം ഞാനിത് 3 പൗഡറായിട്ട് തന്നെ എടുത്തിരിക്കണേ. നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് ഇൻഗ്രീഡിയൻസ് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ വീട്ടിൽ ഇതെല്ലാം ഉണക്കി പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. മുടി നല്ല ഷൈനി ആയിട്ട് കിടക്കാൻ ചെമ്പരത്തിയുടെ ഈ പൗഡർ നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലൊരു താളി കൂടിയാണ് ചെമ്പരത്തിയുടെ പൂവിൻ്റെ പൗഡർ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി കുറച്ചെടുത്ത് ഉണക്കിയിട്ട് നമ്മളത് പൊടിച്ചാലും മതി, അല്ലെങ്കിൽ നമുക്കിതൊക്കെ പച്ചോടുകൂടി കുതിർത്തിയിട്ട് അരച്ചിട്ട് നമുക്കിതൊരു താളി മാതിരി ഉപയോഗിക്കുകയും ചെയ്യാം. അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ച് നാളിരിക്കും. ഇങ്ങനെ വെള്ളമൊക്കെ തട്ടാതെ സൂക്ഷിച്ചാൽ ചെപ്പിലാക്കി വെച്ചാൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി തല കഴുകുന്നവരാണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇടയ്ക്കൊക്കെ നമുക്കിതിൽ വെള്ളത്തിന് പകരം എഗ് വൈറ്റോ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അത് നമ്മുടെ താല്പര്യമാണ്. അപ്പോൾ ഞാനിവിടെ വെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് തല കഴുകാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് തണുപ്പൊക്കെ പറ്റാത്തവരുണ്ട്. അപ്പോൾ നമുക്കിത് ഉലുവയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറേ നേരം തലയിൽ വെക്കേണ്ട. അപ്പോൾ നമുക്ക് തണുപ്പിൻ്റെ പ്രശ്നമില്ല. നമ്മൾ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി മെഴുക്കൊക്കെ ഇളക്കി നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഷൈനി ഒക്കെ ആവും കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ മുടി കൊഴിച്ചിൽ കുറയ്ക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കുളിക്കണം എന്ന് വിചാരിക്കണതിന് കുറച്ച് മുമ്പ് ഇതൊന്ന് കലക്കിയിട്ട് അതായത് ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് ഇപ്പോൾ എഗ് വൈറ്റ് ഇപ്പോൾ എന്നും വേണമെന്നില്ല, ഇടയ്ക്കൊക്കെ ഒരു എഗ് വൈറ്റ് എടുത്തിട്ട് നമുക്കിങ്ങനെ തല കഴുകാൻ ഉപയോഗിക്കാൻ വേണമെങ്കിൽ കുറച്ച് നേരം തലയിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു താളിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കണേ, തല തേച്ച് ഇളക്കാനായിട്ട് മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ നമ്മുടെ ഷാമ്പു ആഡ് ചെയ്യാം. അപ്പോൾ ഭയങ്കര ഓയിലി ഹെയർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ മുടിയിൽ നിന്ന് എണ്ണ ഫുള്ളായിട്ട് പോകണം, നമ്മളിപ്പോൾ ഒരു ജോലിക്ക് സ്ഥിരം പോകണവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഷാമ്പു ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം. ഇതൊരു പത പോലെ വരും. എന്താണെന്ന് വെച്ചാൽ ചെമ്പരത്തിയുടെ പൗഡർ ഉള്ളത് കൊണ്ടും പിന്നെ ഉള്ളതുകൊണ്ടും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഹെയർ ടോണിക് വീട്ടിലുണ്ടാക്കിയിട്ട് ഉപയോഗിച്ചിട്ട് തലയിലുണ്ട്. അപ്പോൾ അതൊരു എണ്ണമയമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഓയിലി ഹെയർ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഷാമ്പു ആഡ് ചെയ്യാം. അപ്പോൾ നാച്ചുറലാണെന്ന് തോന്നുന്ന നിങ്ങൾക്ക് ഏതാ താല്പര്യമുള്ള നമ്മുടെ ഷാമ്പു ആഡ് ചെയ്യാം.
ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നാച്ചുറൽ കണ്ടീഷണർ, ഇപ്പോൾ എഗ് വൈറ്റ് ഒക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു കണ്ടീഷണർ ഒക്കെ കൂടിയിട്ടാണ് നമുക്ക് കിട്ടുക. അല്ല വെച്ചാൽ നല്ലൊരു നാച്ചുറൽ കണ്ടീഷണറുകൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മൾ നന്നായിട്ട് മുടി ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ താളി എടുത്തിട്ട് എല്ലാവിടെയും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. അപ്പം നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. നന്നായിട്ട് മസാജ് ചെയ്ത് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചെന്നെ കഴുകുക. അപ്പം ഞാനിവിടെ പുറത്ത് നിന്നിട്ട് കഴുകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം നമ്മുടെ ബോർവെല്ലാണ്. അപ്പം നമ്മൾ ഫിൽറ്ററിൽ നിന്ന് വെള്ളം പിടിച്ചിട്ട് ബക്കറ്റിലാക്കിയിട്ട് നമ്മളിവിടെ കഴുകായിട്ട് ചെയ്യണേ. എന്താണെന്ന് വെച്ചാൽ ബോർവെല്ല് ഇപ്പോൾ ഒന്നാമത്തത് ഇങ്ങനെ ഇരിക്കുന്ന സമയമല്ല, അപ്പം അതുകൊണ്ട് വെള്ളം മുടി കൊഴിയേണ്ട വെച്ചിട്ടും പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. ബോർവെല്ലിലത്തെ വെള്ളം അങ്ങനെ കൊണ്ട് ഉപയോഗിക്കാറില്ല. തല കഴുകുമ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം പിടിച്ച് വെച്ചിട്ടാണ് കഴുകാറ് കേട്ടോ. അപ്പം അത് ചിലർ ചോദിക്കാറുണ്ടേ, അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് എല്ലാവിടെയും അപ്ലൈ ചെയ്യുക. അതിന് ശേഷം നമ്മൾ എല്ലാവിടെയും തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങനെ ചെയ്യുമ്പോഴേ ക്യാമറയിലേക്ക് ആക്കി ചെയ്യുമ്പോൾ കുറച്ച് പരിമിതി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യണ മാതിരി പറ്റുന്നില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് എല്ലാവിടെയും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതാക്കുക. അപ്പോൾ ഇത് നല്ല ഷൈനി ആവും, പിന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കും, അതേപോലെ മുടിയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു ക്ലെൻസിങ് പൗഡറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം. അതിന് ശേഷം ഞാനിവിടെ നമ്മുടെ നിലാസ് ഹെർബ്സിന് കണ്ടീഷണർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മുടിക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ നിലാസ് ഹെർബ്സിന് കണ്ടീഷണർ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മെഴുക്ക് കുറച്ച് നേരം നന്നായിട്ട് മസാജ് ചെയ്യണം. നമ്മുടെ ഷാമ്പൂവിൻ്റെ പോലെ നല്ല പവർ, അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ എന്താ പറയുക അതിൻ്റെ ആ ഒരു ഇത് കൊടുക്കണം മസാജിങ് മുടിക്ക്. എന്നിട്ട് വേണം തേച്ച് ഇളക്കി നമ്മൾ കഴുകി കളയാൻ കേട്ടോ. എന്നിട്ട് കണ്ടീഷണർ നിങ്ങൾ ഏതാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അത് മുടിക്ക് വളരെ നല്ലതാണ്. അപ്പം ഞാൻ നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ കണ്ടീഷണറാണ്, നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും ബോട്ടിൽ അവിടെ ഇരിക്കുന്നത്, ബക്കറ്റിൻ്റെ അടുത്ത് നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ കണ്ടീഷണറാണ്. അതിന് ശേഷം നമ്മൾ മുടീനെ നോർമലായിട്ട് ഉണക്കുക. അപ്പം മുടി കൊഴിച്ചിലുണ്ടെങ്കിലും മുടിയിൽ എന്തെങ്കിലും ഇച്ചിങ്ങോ ഇറിറ്റേഷനോ കുരുക്കളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാറാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നല്ലൊരു ക്ലെൻസിങ് പൗഡറാണ്. നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അത് കുട്ടികൾക്ക് സമയമുള്ളപ്പോൾ അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന വീട്ടിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അവർക്കും നമ്മളെടുക്കുന്ന സമയത്ത് അവർക്കും കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഉണങ്ങിയിട്ട് നമ്മുടെ ആ മുടിയുടെ സിൽക്കി ഷൈനി ആയിട്ടുള്ള ആ ഒരു ലുക്ക് നമുക്ക് കാണാം. നല്ല സിൽക്കി ആയിട്ടിരിക്കും മുടി, നല്ല ഷൈനി ലുക്ക് കിട്ടും, ഒക്കെ ഭയങ്കര നല്ലതാട്ടോ. അപ്പോൾ അത്യാവശ്യം മുടി ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് വന്നതാണ്. അപ്പം ഞാൻ മുകളിലാണ് കാണിക്കുന്നത്, നോക്കി അറിയാൻ പറ്റും നല്ല ഷൈനി ആയിട്ടുണ്ട്. പിന്നെ മുടി നല്ല ഉള്ളു വെച്ച മാതിരി ഫീൽ ചെയ്യും. നമ്മൾ ഇത് ഇട്ടിട്ട് കഴുകുമ്പോൾ സ്ഥിരമായിട്ട് വേണം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു താളി പൗഡർ അല്ലെങ്കിൽ ക്ലെൻസിങ് പൗഡർ വെച്ചിട്ട് കഴുകുക. അപ്പം നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ മുടി വളർച്ചയ്ക്കും അതേപോലെ മുടി നല്ല ഉള്ളായിട്ട്, ഞാൻ ഇതിനുള്ളിൽ മുടിയൊന്നും വെച്ചിട്ടില്ല കേട്ടോ, നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. എൻ്റെ നോർമലായിട്ടുള്ള മുടിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്നതല്ലേ, അപ്പോൾ നല്ലതല്ലേ ഇത്. അപ്പോൾ നമ്മൾ ഹെയർ ക്ലെൻസിങ് പൗഡർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടില്ലേ, വളരെ കുറച്ച് മതി കേട്ടോ. ഞാനെടുത്ത കുറച്ച് കൂടുതൽ അളവാണ്, അപ്പോൾ കുറച്ചെടുക്കാം. കുറച്ചെടുത്ത് നന്നായിട്ട് വെള്ളം ചാലിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാനും അതേപോലെ നമുക്ക് ആ ഒരു ഷൈനി ആയിട്ടുള്ള മുടി, നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി, അതേപോലെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പിന്നെ പരമാവധി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ, അതായത് വീട്ടിലത്തെ ഇൻഗ്രീഡിയൻസ് ഫ്രഷ് ആയിട്ടുള്ള എടുത്തിട്ട് ഉണക്കി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലാത്തവർക്ക് ഞാനിപ്പോൾ ആരിഫ് ഗുഡ്നസിൻ്റെ പൗഡേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്കത് നല്ല ഇഷ്ടമായിട്ടൊരു ബ്രാൻഡായത് കാരണമാണ്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ലിങ്ക് വയ്ക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ അഫോർഡബിൾ കൂടിയാണ്, അതുകൊണ്ട് കൂടിയിട്ടാണ് എനിക്ക് താല്പര്യം തോന്നിയത്. എല്ലാവർക്കും പറ്റുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പൗഡേഴ്സ് ആട്ടോ, അതാണ് മെയിനായിട്ട് നോക്കിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഈ ഒരു ഞാൻ പറയുന്ന ഈ ഒരു ഹെയർ കെയർ വീഡിയോസിൽ തല കഴുകുമ്പോൾ ഈ ഒരു ഹെയർ ക്ലെൻസിങ് പൗഡർ വെച്ചിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂസൊക്കെ കുറയാനായിട്ടും നിങ്ങളുടെ മുടിക്ക് നല്ലൊരു വ്യത്യാസം വരുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഐ ടേക്ക് കെയർ, ലവ് യു ഓൾ.